എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജനുവരി 9 ഇതേപോലൊരു ജാപ്പനീസ് എൻകഫലൈറ്റിസ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ജനുവരി 12 മുതലാണ് നമ്മുടെ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ജാപ്പനീസ് എൻകഫലൈറ്റിസിനെതിരായിട്ടുള്ള ജപ്പാൻ ജ്വരത്തിനെതിരായിട്ടുള്ള വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ ഒരു ക്യാമ്പയിൻ മോഡിൽ 1 ഡോസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളത് ആരംഭിച്ചത്. അന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിൽ 14,79,497 കുട്ടികൾക്ക് ആണ് നമുക്ക് വാക്സിൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പയിൻ തുടങ്ങി ഇന്നിപ്പം 12 ദിവസം നമ്മൾ പിന്നിട്ടു. അപ്പോൾ നമുക്ക് നൽകാനായി സാധിച്ചത് 62,626 കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് വാക്സിൻ നൽകാനായിട്ട് സാധിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ആ തുടങ്ങുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മിസ്ഹാപ്പ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു അഡ്വേഴ്സ് ഇവൻറ്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് നമ്മളതിനെ പേരിട്ട് വിളിക്കുന്നത്. എന്ത് അഡ്വേഴ്സ് ഇവൻറ്റ് ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചാലും നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അതിനെ അവലോകനം ചെയ്ത് എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സുണ്ട്. AEFI കമ്മിറ്റി എന്നാണ് നമ്മളത് പറയുക. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു കുട്ടിക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 2 കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഒരു അഡ്വേഴ്സ് ഇവൻറ്റ് ഉണ്ടായി എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരികയും അതിനുശേഷം നമുക്കിപ്പം കുട്ടികളുടെ ഈ ഒരു ആക്സെപ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്ന വേളയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, മാതാപിതാക്കളുടെ ഒരു കൺസെൻറ്റ് സമ്മതപത്രം നൽകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം സ്കൂൾസൊക്കെ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇത് സ്കൂൾ ലെവലിലുള്ള ക്യാമ്പയിൻ അവസാനിപ്പിച്ച് അതിനുശേഷം ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി ബേസ്ഡ് ആയിട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് കുറച്ചൊരു എല്ലാവരും ഒന്ന് പുറകിലോട്ട് പോയ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വീണ്ടും വിളിക്കാനിടയായത്. അപ്പോൾ 12 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കുറവ് അച്ചീവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അപ്പം ടീച്ചേഴ്സായിട്ടും അതുപോലെ തന്നെ നമ്മൾ പല ടീച്ചേഴ്സ് മുഖേന പാരൻസുമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പലരും ഈ വാക്സിനേഷനെ പറ്റി കുറച്ചൊരു ഭീതി ഈ ഇട ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് പത്രത്തിലൊക്കെ വന്ന ശേഷം ആണ്, അതുകൊണ്ടാണ് പുറകിലേക്ക് പോയത് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും പിന്നെ കൂടുതൽ ഊർജിതമായിട്ട് നമുക്കിത് പോകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു സപ്പോർട്ടും കൂടി വേണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ്. അപ്പം അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാരൻസ് ഇതിന്ന് പുറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ മാക്സിമം എല്ലാ സ്കൂളിലൂടെയും അത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ മാധ്യമങ്ങളിലൂടെയും കൂടെ അത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു മീറ്റിംഗ് ഇന്ന് വിളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടീച്ചേഴ്സിനെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IAP പീഡിയാട്രീഷ്യൻസിൻ്റെ എല്ലാം ആ ലെവലിലൊക്കെ നമ്മൾ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആ കുട്ടി അഡ്മിഷനായത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് പോയിട്ടുള്ളത് ഡോക്ടർ ഷുബിനും ഡോക്ടർ പമീലിയാണ്. അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവിടുത്തെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അത് എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ വീണ്ടും കുട്ടികളിതിലേക്ക് വരും. മാക്സിമം നമുക്ക് ഈ വാക്സിൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെ നമുക്ക് ജപ്പാൻ ജ്വരത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി ഡോക്ടർ ഷുബിൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത് എന്നുള്ളതും കൂടി ഒന്ന് ബ്രീഫ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വേളയിൽ നേത്രരോഗ വിഭാഗം മേധാവിയും ടീമും പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് യാതൊരു കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ അപസ്മാരം പോലത്തെ ഒരു മൂവ്മെന്റ്സും ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എന്തായാലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായെന്നുള്ളത് ഇപ്പോഴും പരിശോധനകൾ നടന്ന് വരികയാണ്. അതിൽ ഇപ്പോൾ MRI സ്കാൻ എടുത്തു, CT സ്കാൻ എടുത്തു, അതുപോലെ EEG എടുത്തു. അപ്പോൾ അതിലൊന്നും കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം കണ്ടിട്ടില്ല. എല്ലാം നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധനകൾക്ക് തയ്യാറാണ്. പക്ഷെ വെച്ചാൽ
അപസ്മാരം ഉണ്ടായിരുന്നത് പറഞ്ഞത് കൊണ്ട് നമ്മൾ AES-ന്റെ അതായത് അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോമിന്റെ ഒരു ട്രീറ്റ്മെന്റ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് 10 ദിവസം ആന്റിബയോട്ടിക് കോഴ്സ് അതുപോലെ ആന്റിവൈറൽ കോഴ്സും നൽകും. അതാണ് പ്രോട്ടോകോൾ, നാഷണൽ ലെവൽ പ്രോട്ടോകോൾ അങ്ങനെ തന്നെയാണ്. ആ 10 ദിവസം മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ ആദ്യത്തെ ഇനീഷ്യൽ പീരീഡിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് ഡേ ഇതിൽ 12 hours കുട്ടി നോർമൽ ആയിട്ടാണ് കണ്ടുള്ളത്. പിന്നെ 2-3 കുട്ടികൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളതാണ്. അവര് ഒരു കുട്ടി പുറത്തുനിന്ന് വാക്സിൻ എടുത്ത ദിവസം അവർ പുറത്ത് പോയിട്ട് പൊറാട്ടയും വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു. അതിനുശേഷം രാത്രിയായപ്പോൾ കുട്ടിക്ക് ഛർദിയും വയറൊക്കെ പോലത്തെ സിംറ്റംസ് ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ കുട്ടി അഡ്മിറ്റ് ആയപ്പോൾ അത് ഹിസ്റ്ററി എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്ത പ്രവർത്തികൾ നോക്കുന്ന സമയത്ത് കുട്ടി യാദർശികമായിട്ട് വാക്സിൻ എടുത്ത വിവരം കൂടി റെക്കോർഡ് ചെയ്തു. അതാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. 3ാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. വാക്സിൻ എടുത്ത് 2 മണിക്കൂറിന് ശേഷം കുട്ടിക്ക് അപസ്മാരം പോലത്തെ ഒരു മൂവ്മെന്റ് സ്കൂളിൽ നിന്ന് കണ്ടു. അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള സ്കൂളായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിയതിനു ശേഷം കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ കുട്ടിയുടെ കുടുംബത്തിൽ അപസ്മാരമുള്ള ആൾക്കാരുണ്ട്. അപസ്മാരത്തിന്റെ ഹിസ്റ്ററി കുടുംബത്തിലുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് ഇതുവരെ അപസ്മാരം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെയും നമ്മുടെ EEG സ്കാനറിൽ നോക്കുമ്പോൾ അതിലും പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് കൂടുതൽ എന്തെങ്കിലും ഈ കുട്ടികൾക്ക് അപസ്മാരം ഉണ്ടായ കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനുള്ള എല്ലാ ഇനിഷ്യേറ്റീവും ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 രോഗികളും ഒരേ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണ് ഇത്തരത്തിലൊരു അഭ്യൂഹം ഉണ്ടായത്. അത് കുട്ടിയുടെ പാരന്റ്സ് ആരും മീഡിയ പേഴ്സൺസിനോട് സംസാരിച്ചിട്ടില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അവിടെ കേട്ടറിവ് വെച്ചിട്ട് ഒരു മീഡിയ ഇത്തരത്തിലൊരു ന്യൂസ് കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വാക്സിനേഷൻ ക്യാമ്പയിന് പുറത്തടിക്കാനുള്ള പ്രധാന കാരണം. പക്ഷെ ദുഃഖകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ക്ലാരിഫൈ ചെയ്തതിന് ശേഷവും ആ മീഡിയ സ്ഥാപനം അതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു തിരുത്ത് നൽകുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം. സിമ്പിളായിട്ട് നമുക്ക് ആർക്കും അഭ്യൂഹങ്ങൾ പറഞ്ഞു വരത്താം. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ പവർ നമുക്കറിയാം. നമ്മളൊരു സാധനം ഇട്ട് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് പ്രത്യേകിച്ച് നെഗറ്റീവ് സാധനമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കത്തിക്കയറും. അതുപോലെ തന്നെ ഈ ഒരു പോസിറ്റീവായിട്ട് എത്ര കാര്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസും അതിന്റെ സ്ക്രീൻഷോട്ടും ആണ് കേരളത്തിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്തതും മൊത്തം ഒരു വാക്സിൻ മാത്രമല്ല മൊത്തം ഒരു വാക്സിനേഷൻ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറിയത്. നമ്മള് മീഡിയക്കാരെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ പൊതു നന്മയെ കരുതി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത്തരത്തിലൊരു അബദ്ധം ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യം കിട്ടുന്ന ന്യൂസ് ചിലപ്പോൾ നമ്മള് കൊടുത്തൊന്നും വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനൊരു സത്യാവസ്ഥ അറിയുമ്പോൾ തിരുത്തു കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൊടുക്കാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടുന്നു. കാരണം നമ്മൾ പല ലെവലിലെ മീറ്റിംഗ്സ് നടക്കുമ്പോഴൊക്കെ ഈ ഒരു ന്യൂസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത്. ഇത്തരത്തിലൊരു ഇവന്റ് ഉണ്ടായല്ലോ എന്നുള്ളത്. ഇതൊരു പുതിയ വാക്സിൻ അല്ല, 2009 മുതൽ നൽകി വരുന്ന വാക്സിനാണ്. പക്ഷെ ഇതുവരെ ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതും ഇല്ലാത്തൊരു സാധനമാണ് ന്യൂസിൽ പറഞ്ഞത്.